me get ready. Sir, traffic rules ലംഘിച്ച് പോലീസ് സ്റ്റോപ്പിന് തകർത്ത വക്കീലിന്റെ കാർ എന്റെ മുമ്പിലൂടെ പാഞ്ഞു പോയി സർ. സ്പീഡോ 1 second. Car speed recorded 140 kilometers, sir. Yes, I'm sure. It's him. Advocate Ramesh Sambhya. ഇറങ്ങണം. ഒരു ബറ്റാലിയൻ പോലീസ് ഉണ്ടല്ലോ, എന്താ പ്രോബ്ലം? To arrest you. For what? Overspeeding. Highway speed limit 70 kilometers per hour. Yeah, I know that. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? തർക്കിക്കാൻ പറ്റില്ല വക്കീലെ. പോലീസിന്റെ ഇന്റർസെപ്റ്ററിൽ ഈ വാഹനത്തിന്റെ സ്പീഡും വിഷ്വലും റെക്കോർഡഡ് ആണ്. And you were speeding at 140 kilometers. എന്തായാലും ഓവർ സ്പീഡിംഗ് കുറ്റകരമാണ്. പക്ഷെ നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല. ഇക്കണ്ട പോലീസുകാർ മുഴുവൻ നോക്കി നിൽക്കെ കാർ നിർത്തി ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ വണ്ടി ഓടിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിച്ചേ പറ്റൂ. കാരണം ഈ കാറ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. ഇത്രയും വേഗം എന്നെ ഇവിടെ എത്തിച്ചതിന്റെ ക്രെഡിറ്റ് ഭായിക്കാം. വിക്രം ഭായ്. ഭായ്. He is Vikram. Vikram Bhai, my friend. Himalayan rally winner. You can arrest him. Bhai, ജോളിയായിട്ട് ഇവരോടൊന്ന് പോയിട്ട് വാ. By the time I'll arrange for the bail. Sure. Sir, time is up. 11 മണിക്കാണ് കോടതി. കാണാം. അങ്ങോട്ട് തള്ളേ സാറെത്തിയാ വരൂന്ന് ഞാൻ നിരീക്ഷിച്ചില്ല. അമ്മച്ചിയാണ് സാറിന്റെ ജീവൻ രക്ഷിച്ചു കേട്ടാ. എന്താടോ? അല്ല, ഈ വക്കീലന്മാര് സമയത്തും കാലത്തും കോടതിയിൽ ഹാജരായില്ലെങ്കിലും വക്കീല് കേസിൽ തോറ്റാലും വക്കീല് കാല് മാറിയാലും ശരി അമ്മച്ചിയാണ് അടി കരണം മാറിയേ വരൂ. അതും ഈ ഗുമസ്തന്റെ ചെവക്കുറ്റിയിലിട്ട്. ബാംഗ്ലൂരിൽ നിന്നുള്ള സാറിന്റെ പൊളപ്പം കാർ യാത്രയും ആ അലിമ്പ് തിരുവമ്പാടിക്കാരുടെ ചറഞ്ഞുള്ള നോട്ടം കണ്ടപ്പോഴേ അമ്മച്ചിയാണ് ഞാൻ നിരീക്ഷിച്ച് എന്റെ കുടുംബത്തോടെ പലവിളി അടിയന്തരം കൊണ്ടാടുമെന്ന്. ഇനി സാർ ധൈര്യമായിട്ട് കേസുകൾ മറ്റും വായിച്ചോളി, ഞാൻ ഉണ്ട് ബാക്കില്. അമ്മച്ചാണ് തന്നെ. ഓ അതാ എത്തിയല്ലോ. സാർ വന്നു. സാർ കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഫോണിൽ കൂടെ കളക്ട് ചെയ്തു. മാധവേട്ടാ, ഞാൻ എത്തി. ഇനി പേടിക്കാനൊന്നുമില്ല. അല്ല, രമേശന് കേസ് പഠിക്കാനൊന്നും തീരെ സമയം കിട്ടാത്തതുകൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഡോക്ടർ വിനോദ് ഭാസ്കരൻ ഞങ്ങൾ അങ്ങ് മുക്കി. എന്ത് ഫൂളിഷ്നെസ് ആണ് നിങ്ങൾ ഈ കാണിച്ചത്? കേസ് ജയിക്കാനായിട്ട് എന്നെ സഹായിച്ചാണോ ഇങ്ങനെ? കേസിന്റെ വിചാരണയ്ക്ക് വിറ്റ്നസ് ഹാജരായില്ലെങ്കിൽ അത് കേസിനെ പ്രതികൂലമായിട്ട് ബാധിക്കും. അതുമല്ലെങ്കിൽ നിങ്ങളുടെ മകൻ അരുൺകുമാറിന് ജാമ്യം നിഷേധിച്ച് കേസിന്റെ വിചാരണ നീട്ടിവെക്കപ്പെടാം. രമേശ് സാർ പറഞ്ഞത് കേട്ടല്ല. ഇനി കേസിൽ തോറ്റാ മോടയം കാണിച്ചോണ്ട് എന്റെ പള്ളക്കാരൻ വരല്ലേ. സമയമല്ല, ഇല്ലെങ്കിൽ ഞാൻ നിന്ന് അടി വാങ്ങിച്ചനാ.